ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 15-ാം തീയതി ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം നാളത്തെ റേഷൻ വിതരണവും ലോക്ക്ഡൌൺ സംസ്ഥാനത്ത് നീട്ടുമോ അതോ ഒഴിവാക്കുമോ എന്നതിനെക്കുറിച്ച് ഒരു അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആ ഒരു തീരുമാനം നാളെയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല, സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ രീതിയിൽ മാറ്റം വരാൻ പോകുന്നു. ഇത് സംബന്ധിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് അവലോകന യോഗം ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടന്നു. പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നത്. ലോക്ക്ഡൌൺ ഒഴിവാക്കുന്നതിനെ കുറിച്ചോ കൂടുതൽ ഇളവ് നൽകുന്നതിനെ കുറിച്ചോ ആരോഗ്യ വകുപ്പിന് യാതൊരുവിധ യോജിപ്പും ഇല്ല. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കണക്കിലെടുക്കാൻ കഴിയുകയില്ല. അത് ടെസ്റ്റ് കുറച്ചതുകൊണ്ടാണ് ഇത്രയും കുറവ് TPR കാണിക്കുന്നത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഒഴിവാക്കുന്നതോ കൂടുതൽ നിയന്ത്രണങ്ങൾ നൽകുന്നതോ രോഗവ്യാപനം കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പക്ഷേ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പല വിധത്തിലുള്ള എതിർപ്പുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് സംസ്ഥാനത്ത് 4 ജില്ലകളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടയടപ്പ് സമരം നടത്തിയിരുന്നു. കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. 15-ന് ശേഷം എല്ലാ സ്ഥാപനങ്ങൾക്കും തുറക്കാനുള്ള അനുമതി നൽകിയിട്ടില്ലെങ്കിൽ എല്ലാ കടകളും തുറന്ന് പ്രതിഷേധിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് ചാടുകയാണ്. ആ ഒരു അവസ്ഥയിലാണ് സർക്കാർ ആകെ കുഴഞ്ഞിരിക്കുന്നത്. ആഴ്ച കൂടി ലോക്ക്ഡൌൺ നീട്ടാൻ തന്നെയായിരിക്കും തീരുമാനം. ഇന്ന് കോവിഡ് ടെസ്റ്റ് വളരെ കുറച്ചിട്ടുണ്ട്. 68,573 ടെസ്റ്റുകളാണ് ഇന്ന് നടത്തിയത്. ഇന്ന് 7,719 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 3 ദിവസത്തെ TPR കണക്ക് 12.7 ആണ്. ഇന്നത്തെ TPR കണക്ക് 11.26 ആണ്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ടെസ്റ്റ് കുറച്ചു എന്നുള്ളതാണ്. ഏകദേശം പകുതിയോളമാണ് കുറച്ചിട്ടുള്ളത്. പുറത്തും തിരുവനന്തപുരത്തും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15-ൽ കൂടുതലാണ്. ലോക്ക്ഡൌൺ ഒഴിവാക്കാത്ത ചില മാറ്റങ്ങൾ വരുത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ ആലോചന. കൂടിയ സ്ഥലങ്ങളിൽ പ്രാദേശിക നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനും കുറഞ്ഞ സ്ഥലങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകാനുമാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ മലപ്പുറവും തിരുവനന്തപുരത്തും ലോക്ക്ഡൌൺ തുടരാൻ തന്നെയായിരിക്കും സാധ്യത. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 10% TPR 60% കേസുകളും കുറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് അവകാശപ്പെട്ടത്. ഒരാഴ്ച കൂടി നീട്ടാൻ തന്നെയാണ് സാധ്യത. കൂടുതൽ ഇളവുകൾ ലഭിച്ചേക്കും. ഇതിലെ ഇളവുകൾ നമുക്കറിയാം. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് പുറമെ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ചെരുപ്പ് വിൽക്കുന്ന കടകൾ, വസ്ത്രം വിൽക്കുന്ന കടകൾ, ജ്വല്ലറികൾ, അതുപോലെ തന്നെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, ഇത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കാം. ചൊവ്വ, ശനി ദിവസങ്ങളിൽ മൊബൈൽ കമ്പ്യൂട്ടർ റിപ്പയറിംഗ് സ്ഥാപനങ്ങൾ, കണ്ണട കടകൾ, സ്റ്റോർ റിപ്പയർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം ചൊവ്വ, ശനി ദിവസങ്ങളിലും പ്രവർത്തിക്കാം. നിലവിലെ ഇളവ് അങ്ങനെയാണ്. ഇതോടൊപ്പം തന്നെ KSRTC ദീർഘദൂര ബസ് സർവീസുകൾക്ക് പുറമെ കൂടുതൽ സർവീസുകൾ ആരംഭിച്ചു. പക്ഷേ സ്വകാര്യ മേഖലയിൽ ഈ ഒരു ബസ് സർവീസ് ആരംഭിക്കാനുള്ള സാധ്യതയില്ല. അനുമതി ലഭിച്ചാൽ പോലും ഈ ഒരു ഡീസൽ വിലയുടെ സാഹചര്യത്തിൽ ഓടിയാൽ ഒക്കുകയില്ല എന്നാണ് ബസ് ഓണേഴ്സ് അസോസിയേഷനും ജീവനക്കാരും പറയുന്നത്. അപ്പോൾ ഓട്ടോ ടാക്സി ജീവനക്കാർ ആവശ്യപ്പെടുന്നത് ടാക്സ് ഒഴിവാക്കി കൊടുക്കുക. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ആവശ്യപ്പെടുന്നത് കടവാടക ഒഴിവാക്കി കൊടുക്കുക. ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉയർന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ വരിക കൂടുതൽ ഇളവുകൾ. ലോക്ക്ഡൌൺ നീട്ടണമോ വേണ്ടയോ, നീട്ടുകയാണെങ്കിൽ ഏതൊക്കെ നിയന്ത്രണങ്ങളായിരിക്കും, ഏതൊക്കെ രീതിയിലായിരിക്കും മാറ്റങ്ങൾ വരിക എന്നുള്ളതൊക്കെ ആയിരിക്കും നാളെ അറിയാൻ വേണ്ടി കഴിയുക. അപ്പൊ ഒരു അപ്ഡേഷനിലൂടെ അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. നാളത്തെ റേഷൻ വിതരണത്തിലേക്ക് കടക്കാം. റേഷൻ വിതരണം തുടങ്ങിയിട്ട് 5 ദിവസവുമായി. റേഷൻ വിതരണം സജീവമായിരിക്കുകയാണ്. എല്ലാവിധ ഭക്ഷ്യവിധങ്ങളും റേഷൻ കടയിലേക്ക് എത്തിയിട്ടുണ്ട്. ജൂൺ മാസത്തെ ജൂൺ മാസത്തെ സ്പെഷ്യൽ അരി, അതായത് നീല, വെള്ള റേഷൻ കാർഡുകൾക്ക് വിതരണം ചെയ്യാനുള്ള അരിയും ഒഴികെയുള്ള എല്ലാ ഭക്ഷ്യസാധനങ്ങളും ഇപ്പോൾ റേഷൻ കടയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. എല്ലാ കാർഡിനും എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയതാണ്. ഇന്നലെയും പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും, നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ വെള്ള റേഷൻ കാർഡുകാർക്ക് ഞങ്ങൾക്ക് എന്താണ് എന്ന് തോന്നും. അത് ശരിയാണ്. അവർക്ക് കേവലം 2 കിലോ അരി മാത്രമാണ്. ഒരു ഭക്ഷ്യകിറ്റിന്റെ വിതരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൂടി കിട്ടും എന്നുള്ളതാണ്. സ്പെഷ്യൽ അരിയുടെ വിതരണം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. അത് എന്ന് തുടങ്ങുമെന്നും ഇതുവരെ വ്യക്തമായിട്ടുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്.
14 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും ജാഗ്രത പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആർഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ആളുകളും ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. ഇടിമിന്നലിനും സാധ്യതയുണ്ട് പുറത്ത്. ഇത്രയാണ് നാളത്തെ അപ്ഡേഷനിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.